ഒരാള് ഒരു വണ്ടി കണ്ടോ? ദളപതി വിജയനെ കാണാനുള്ള 38ാം ദിവസത്തിലേക്ക് നമ്മളെല്ലാവരും കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും യാത്രയിലേക്ക് സ്വാഗതം. ഇന്നലെ സ്റ്റേ ചെയ്ത റൂമും കാര്യങ്ങളൊക്കെ ആട്ടോ കാണുന്നത്. നമ്മളിപ്പോ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. സമയം ഇപ്പൊ 10:30 ആയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മൾ താഴത്ത് ഇറങ്ങിയിട്ട് വേണം ഇനി ഭക്ഷണമൊക്കെ കഴിക്കാൻ. നമ്മളിപ്പോ താഴത്തൊക്കെ പോവാം. നമ്മള് റൂം പൂട്ടി പുറത്തിറങ്ങിട്ടോ. അപ്പൊ ഇത് നമ്മുടെ റൂം ബോയ് ആണ്. നെയിം എംലാൽഗിരി. തുമാരെ घर किधर है? नेपाल. നേപ്പാളിലുള്ള ആൾക്കാരാട്ടോ. അവരിവിടെ വന്ന് ഇവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണ്. ഈ കാണുന്ന ഒരു വലിയൊരു കല്യാണ ഹാള്, പാർട്ടി ഹാളൊക്കെ ചെയ്യുന്ന ഹാളാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലെ ഈ റൂമിലാണ് നമുക്ക് തന്നത്. താഴെ ഇവിടുത്തെ ഫുള്ള് റൂമും ഇന്നലെ ബുക്കിംഗ് ആയിരുന്നു. നമുക്ക് അങ്ങനെ അഡീഷണൽ ആയിട്ട് ഇവര് ഒരു ഹെൽപ്പായിട്ട് ചെയ്ത കേട്ടോ. സൂപ്പർ. ബാൽക്കണിയിലെ കാഴ്ച ഇതാട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇവിടെ നല്ല AC-യുടെ കാറ്റടിക്കുന്നുണ്ട്. ഇങ്ങനെ AC-യുടെ അല്ല, പുറത്തുനിന്നുള്ള കാറ്റാണോ തോന്നുന്നത്. വാ, എല്ലായിടത്തല്ലോ ഇതിലൊക്കെ മിസ് ആയിട്ടുണ്ടോ? ഓക്കെ, ബാഗിട്ട് ഞങ്ങള് സൂപ്പർ ആയിട്ട് നമ്മളെ പുറകിൽ കാണുന്ന ആ വലിയൊരു ഹോട്ടലില്ല, അവിടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. നമ്മള് പുറത്തിറങ്ങിട്ടോ. ഇത് നേരെ മുന്നോട്ട് ഇവിടുന്ന് ഒരു 200 മീറ്റർ മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മള് നാഷണൽ ഹൈവേയിലേക്ക് പോയി കയറുവാണ്. അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് സ്ട്രെയിറ്റ് ചെന്നൈ. ചൂടുണ്ടോ? ഇല്ല, ഇപ്പൊ ആയി വരും. മഞ്ഞത്തേങ്ങ വേണോ? ഉള്ളിലോട്ട് കേറുമ്പോ ഉള്ള ചെറിയൊരു സിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കണ്ടോ ഒരാളുടെ പൊടിയും കടയും. പുതിയ കടയുടെ ഉദ്ഘാടനം തോന്നുന്നു. മിന്നാമിന്നി കളറ്, മഞ്ഞ കളറ്. ഓട്ടോറിക്ഷ ഉണ്ടോ? തമിഴ്നാട് സ്റ്റൈൽ ഓട്ടോറിക്ഷ. കോഴിക്കോട് മിഠായി തെരുവിൽ ചക്കയുണ്ടോ? എന്നാൽ ഈ തെരുവിൽ ചക്കയുണ്ട്. തമിഴ്നാട് തെരുവ്. മിഠായി തെരുവിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ്? സകല തുണികളും മറ്റു സാധനങ്ങളായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു ടൗൺ ആട്ടോ ഇത്. ഇവിടെ ഒരു പള്ളി ഉണ്ട് കണ്ടോ, തമ്പാറം ജുമാമസ്. തമ്പറത്തുനിന്ന് നമുക്ക് മലയാളിയിലെ കിട്ടിയിട്ടുണ്ട്. ഇത് പേരെന്താ? നാട്ടില് എന്റെ നാട്ടുകാരനാട്ടോ. അപ്പൊ കണ്ടതിൽ ഒത്തിരി സന്തോഷം. നിനക്ക് വീട്ടുകാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ നിനക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്? ഇവിടെ ഇപ്പൊ വന്നിട്ട് ചൂട് റമ്പാടത്ത് വന്നിട്ട് ഭയങ്കര ചൂടാ, പറ്റത്തില്ല. ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇവിടെ വന്ന് പണിയെടുക്കുന്ന പറയുന്നേ ഉള്ളൂ. ഫ്രൂട്ട്സിന്റെ മാർക്കറ്റ് ആട്ടോ കാണുന്നത്. ഈ കാണുന്നത് പച്ചക്കറി മാർക്കറ്റ്. പച്ചക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നുണ്ട്. ഇവിടെ സകല ചെറിയ ചെറിയ തുണിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സ് മാർക്കറ്റ് ആട്ടോ ഇവിടെ കൂടുതലുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ അടുക്കി വെച്ചേക്കുന്നത്. പഴം, പൂ, ഷാൾ, മാങ്ങ, പഴം. ഇഡ്ലി അവിടെ തിന്നോ? ഇവിടെ രാവിലത്തെ ഫുഡ് ഇന്നത്തെ ഇഡ്ഡലിയാണ് കേട്ടോ. ഫുഡ് മൊത്തം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്ത വീഡിയോ എടുത്തില്ലല്ലോ. അങ്ങനെ വീഡിയോ എടുത്താട്ടോ. ഇത് വലിയൊരു ഹോട്ടലാണ്. നമ്മള് 3 ഇഡ്ഡലി വാങ്ങിച്ചോളൂ. 3 ഇഡ്ഡലിക്ക് 60 രൂപ. ഒരു ഇഡ്ഡലിക്ക് 20 രൂപ വെച്ച്. നല്ല റേറ്റ് ആട്ടോ. പൂവാണോ? പൂ. നമ്മള് ഇന്നത്തെ നമ്മുടെ കാൽനട യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് താമ്പരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാട്ടോ. ഓ, ഭയങ്കര തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒരു മാർക്കറ്റിന്റെ ഉള്ളിൽ നമ്മളിപ്പോ ഉള്ളത്. ഇതിന്റെ അപ്പുറത്താണ് NH റോഡ്. കുട്ടീനെ കൊണ്ടുപോകുന്നത് ഇത് ഇവിടുത്തെ താമ്പരം ബസ് സ്റ്റാൻഡ് ആട്ടോ. നല്ല രീതിയിലുള്ള ക്രൗഡ് ഉണ്ട് രാവിലെ തന്നെ. നല്ല രീതിയിലുള്ള ചൂടും ഉണ്ട്. ஹாய் கைஸ், பாத்தீங்கன்னா அண்ணா வந்து கேரளால இருந்து நம்ம அண்ணனை பார்க்கறதுக்கோசம் வந்திருக்காரு. பாத்தீங்கன்னா தாம்பரத்துல இருக்காங்க. முடிஞ்ச அளவுக்கு அவங்களுக்கு வந்து சப்போர்ட் பண்ணுங்க. அவங்க இன்ஸ்டா ஐடி வந்து கீழே கொடுக்குறோம், அது வந்து மறக்காம ஃபாலோ பண்ணுங்க. பாத்தீங்கன்னா அவங்க வந்து தாம்பரத்துல இருக்காங்க, தாம்பரம் பஸ் ஸ்டாண்ட் கிட்ட இருக்காங்க. பாத்தீங்கன்னா அவங்க வந்து இங்க இருந்து செக்ரட்டரியேட் ஆபீஸ் வரைக்கும் போறாங்க. மறக்காம நம்ம சப்போர்ட் கொடுங்க. கேரளால இருந்து எப்படி வந்தீங்க? നമ്മളിവിടെ സിഗ്നലിൽ നിൽക്കേണ്ട അവസ്ഥയാട്ടോ. ഇത് എടുക്കുന്നത് കണ്ടെയ്നറിന് കൊണ്ടുപോകല്ലേ ഒരു ബോക്സ്, അതും ഇത് ഏതെല്ലാം ഒരു വർക്കിനുള്ള ഒരു മെഷീന്. വീഡിയോ എടുക്ക്. അള്ളൂവർ ഗുരുകുലം അതിന്റെ എൻട്രൻസ് ആട്ടോ. സ്കൂളാണത്? അല്ല, ഹോസ്പിറ്റലാ. ഈ കരിമ്പാടേന്ന് നമ്മള് ഓരോ ജ്യൂസ് വെച്ച് കുടിച്ചിട്ടോ. 25 രൂപയുള്ളൂ. എത്ര രൂപ? 50 ചിന്നതക്ക്? 50. ഓക്കെ,
50 രൂപ കരിപ്പെട്ടിക്ക്, ചെറുതാണേലും വലുതാണേലും. സുഖം ഇത് തരിയാതാ. എന്താ പൊറോട്ട നടക്കാണ് ഏമ്പോ നല്ല ചൂടുണ്ട് കേട്ടോ. സമയം 1 മണിയായി. ഇതുണ്ട്, ഒരു ക്ലിനിക്കലാണ്. മറ്റാറുമായ ജ്യൂസാണ് അത്. വേണോ വേണോ? കുടിച്ചിട്ടുണ്ടോ? മെഡിക്കൽ കോളേജ് താമ്പരം ക്യാമ്പസ് വലിയ ഹോസ്പിറ്റലാട്ടോ. ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിന്റെ സ്കൂൾ. ഇത് വലിയൊരു സിറ്റി. ആർമിക്കാരുടെ വണ്ടി പോകുന്നുണ്ടോ? വേസ്റ്റിന്റെ വണ്ടി. ഇതിന് കയറ്റി വിടട്ടെ ചാക്കില്? ചാക്കിനകത്ത് കയറ്റി വിട്ടെ. ഹോസ്പിറ്റൽ. നമ്മള് കുറച്ചു നേരം ഈ ഒരു വെയിറ്റ് ഷെഡിൽ ഇരിക്കുവായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ വെച്ച്. പക്ഷെ ഭയങ്കര ചൂട് കാറ്റ്. നമ്മുടെ ഉള്ളിലൊരു ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ അവിടെ പോയി കുറച്ചേരം ഇരിക്കാൻ പറ്റുമെന്ന് അറിയാണ്ട് പോവാണ്. ശരി. നമ്മള് നടന്നു പോകുന്ന വഴിക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം നോക്കി പോയില്ലേ? എന്നാലും നമ്മളെ അണ്ണൻ വിളിച്ച് ജ്യൂസ് തരിക കേട്ടോ. ജ്യൂസ് കുടിച്ച നമ്മള് ಅಣ್ಣ ಅವ್ರು ഒരു വണ്ടി ഉണ്ടോ? എസ്കേപ്പ് ക്യാരിങ് യൂണിറ്റ്. പഴയ വണ്ടി കേട്ടോ. എത്ര പഴക്കമുണ്ടായത്. സ്റ്റണ്ട് ബാക്ക്. അത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണോ അതോ ഇങ്ങനെ ഒരു വണ്ടി ഉള്ളതാണോ? നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. MSG 0812. നല്ല രസമുണ്ടല്ലേ? പഴയ വണ്ടി കേട്ടോ. വെള്ളടിക്കണ വണ്ടിയായിട്ട്. ഏതാ? പഴയ ആദ്യത്തെ മഹാലക്ഷ്മി. ഒരു കൗതുകം നിറഞ്ഞ കാഴ്ചയല്ല അത്. എനിക്ക് കൗതുകം നിറഞ്ഞ കാഴ്ചയാണ്. ഇത്രയും പഴക്കം ചെന്ന ഒരു വണ്ടിയൊക്കെ കാണാന്നുള്ളത്. അപ്പൊ കാണാതെ എത്ര വട്ടം ഇതിലേ പോയിട്ടുണ്ടാവും ആൾക്കാര്. പക്ഷെ അവരൊന്നും ചിലപ്പോ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. നടന്നു പോകുന്നതുകൊണ്ടാണ് ഇതൊക്കെ കാണാൻ പറ്റും. മെസ്സി ചെന്നൈ ബോർഡിന് കേട്ടിട്ടില്ല. അത് ഗുണ്ടിയാണ്. ഗുണ്ടി കുണ്ടി നട്ടുവെച്ച 2:30. നല്ല ചൂട്. നമ്മൾ അവിടെ ഇറങ്ങി നടക്കുക കേട്ടോ. നമ്മളൊരാളെ വെയിറ്റ് ചെയ്ത് കുറെ നേരം അവിടെ ഇരുന്ന്. ഇവിടുത്തെ ഒരു കച്ചിക്കാരൻ വരാന്ന് പറഞ്ഞു. ആളെ അവസാനം പറഞ്ഞ ട്രാഫിക്കിലാണ്. കൊടായിപ്പല്ലേ നല്ല ട്രാഫിക്കാണ്. നടക്കട്ടെ ഈ റോഡിൽ കൂടെ. നല്ല വെയിലുണ്ട്. ആകാശമൊക്കെ നോക്കിയേ. സൈഡിൽ കുറെ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളതിന്റെ തണല് പറ്റി നടന്നു പോവാണ്. രാവും പകലും കണ്ടത്. ഫ്ലൈ ഓവറിന്റെ അടിയില് ചെടി വെക്കാൻ വേണ്ടി ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കവറില് മണ്ണ് നിറച്ച് വെച്ചേക്കും കേട്ടോ. അവിടെ കുറെ അധികം ചെടികള് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഫ്ലൈ ഓവറിന്റെ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? കുറെ അധികം ചിത്രങ്ങളും ഒക്കെ നമുക്ക് കാണാം. റൗണ്ട് അബൌട്ട് ഉണ്ടോ? ഫ്ലൈ ഓവറിലെ റൗണ്ട് അബൌട്ട് 2, 3 മൂന്നാമത്തെ റൗണ്ട്. ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ആകാശം കാണുന്ന നോക്കണം. റൗണ്ട് കളറിൽ. ഇത് കാണുന്നത് ഒരു അമ്പലം കേട്ടോ. ഞാൻ ഇത് കാണിച്ചു തരാൻ കാര്യം എന്താ വെച്ചാല് നമ്മളിപ്പോ നടന്നു വരുന്ന ഫ്ലൈ ഓവർ ഇല്ലേ, അതിന്റെ അടിയിലാണ് ഈ ഒരു അമ്പലം വരുന്നത്. ഇവിടുത്തെ പോലീസുകാർക്ക് ഹെൽമെറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. ചുമ്മാ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. ഒരാളുടെ കാലം ഉണ്ടോ? അവിടെ കിടന്ന് ഉറങ്ങും കേട്ടോ വണ്ടിക്കകത്ത്. ഉണ്ടോ? ഓക്കെ. ആ വണ്ടിയിൽ കിടന്ന് ഉറങ്ങും കേട്ടോ. സുഹൃത്ത് എങ്ങനെ കിടന്ന് ഉറങ്ങുന്ന കേട്ടോ. ശരിയായി കാണും. എന്നാ തിരക്കാന്ന് നോക്കിയേ. തമിഴ് പേരാണ്. എനിക്ക് പേര് വായിക്കാൻ അറിയില്ല കേട്ടോ. ഇതൊരു വലിയൊരു ക്രിസ്ത്യാനി പള്ളിയാണ്. ഓർ ലേഡി കൺസെപ്ഷൻ ചർച്ച്. അതിന് നേരെ ഓപ്പോസിറ്റ് ശരവണ സ്റ്റോർസ്. വലിയൊരു സ്റ്റോറാണ്. ഈ കടയുടെ പേരെന്തോ? കടയല്ല, മാള്. നല്ല വലുപ്പത്തിലുള്ള പോത്തീസ്. ആ ഇപ്പൊ ഞങ്ങളുള്ളത് ഒരു ടീ ഷോപ്പിലാട്ടോ. ഇവിടെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരാള് വന്നു. അയാള് നമുക്ക് നമ്മുടെ ചായ കുടിച്ചതിന്റെ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കൊടുത്തു. ഞാൻ ഈ ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിട്ട്. നിങ്ങൾ ഈ ഫ്രൂട്ട്സ് അടിക്കി വെച്ചേക്കുന്നുണ്ടോ? ഇതിനകത്ത് പാത്രം 3, 6 ഉള്ളൂ. പക്ഷേ അടുക്കിരിക്കുന്ന 3 പാത്രം കണ്ടോ? അപ്പൊ ആ ഒരു വെറൈറ്റി ഒരു ഐഡിയ അല്ലേ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ കടയിൽ നിൽക്കാന്ന് വെച്ചാൽ മലയാളിയാട്ടോ. ഞാൻ ഇക്കാനൊന്ന് പരിചയപ്പെടുത്തി തരാം. നിക്കാ, നമ്മുടെ പേരെന്താണ്? എന്റെ പേര് അലി. അലി. നാട്ടില് പുളിക്കല്. വീട്ടുകാരോട് എന്താ പറയാനുള്ളത്? വീട്ടുകാരോട് എന്താ പറയാ? ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നതാണ്. വിജയനെ കാണാൻ വേണ്ടി നടന്നു വന്ന ആളുകളാണ്. അപ്പൊ ഇതാ നമ്മളെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? സൂപ്പറാ. അടിപൊളിയുണ്ട്. നമ്മുടെ താങ്ക് യു. ഹായ് പറ. നമ്മള് ഇവിടെ ഇറങ്ങാം കേട്ടോ. ഇവിടെ വന്നിട്ട് പുള്ളി 5 കൊല്ലം ഇവിടെ കട. ടൗണിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കാട്ടോ. നമ്മൾ എങ്ങനെ ഇതിനകത്തോടെ പോകുന്നെന്ന് അത്ഭുതം തോന്നും.
തിരക്ക് കൂടിയതുകൊണ്ടാ ഞങ്ങൾ അവിടെ ഇരുന്നതല്ലേ. നല്ല തിരക്ക്. ഈ തിരക്ക് ശരിക്കും പറഞ്ഞാല് കുറയാൻ വേണ്ടി നമ്മള് കുറെ നേരം അവിടെ ഇരുന്നേ കേട്ടോ. ഒരു രക്ഷയില്ല. നോക്ക്, ഇതിലെ റോഡുണ്ട്, മോളിൽ കൂടെ റോഡുണ്ട്. എന്നിട്ടോ തിരക്ക് ഒരു കുറവും ഇല്ല. നമ്മളിപ്പോ നടക്കുന്നത് ഈ ഒരു ഭാഗത്ത് കൂടെ ആട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. താഴത്ത് കൂടെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. കാര്യം പുറകെ വണ്ടി അന്ന് ഓണടിച്ച് ഒരുമാതിരി കാണോ. അതുപോലെ ഈ കാണുന്ന മുഴുവനും ഖബർസ്ഥാനം കേട്ടോ. അതായത് മുസ്ലിങ്ങളുടെ അല്ല. ആ ശ്മശാനത്തിലേക്ക് ഞാൻ നോക്കാനുള്ളതിന്റെ ഒരു കാരണം എന്താ വെച്ചാല് അവിടെ നല്ല രീതിയിൽ പുക വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കിയത്. അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ. നമ്മൾ അപ്പുറത്തെ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടോ. നല്ല രീതിയിലുള്ള തിരക്കാണ്. ഇപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാനുള്ള കാരണം പുറകിൽ നിന്ന് ഓണടി. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഇതാകുമ്പോ നമുക്ക് മുമ്പിൽ നിന്ന് വരുന്നോണ്ട് വണ്ടി കാണുകയും ചെയ്യാം. ഞാൻ ഈ നടക്കുന്ന ഭാഗത്ത് കൂടെ നടക്കുന്നു, അപ്പുറത്തെ ഒരാൾ റോട്ട് കൂടെ നടക്കുന്നു, വിളിച്ചിട്ട് വരുന്നില്ല. ഇപ്പൊ ഞങ്ങള് നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഇന്ത്യൻ എയർഫോഴ്സ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുന്നിലാണ്. ഈ പുറകിൽ കാണുന്ന മുഴുവനും ഇവരുടെ ഓരോരോ കാര്യങ്ങൾ വരച്ചു വെച്ചേക്കുന്ന കേട്ടോ. കേട്ടോ, അതിന്റെ അപ്പുറത്ത് അവിടുത്തെ ലോഗോ ഇന്ത്യൻ എയർഫോഴ്സ് പോലീസ് മിഷൻ. ഈ കാണുന്നതാണ് നിങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഉള്ളിലോട്ട് കയറാനുള്ളതിന്റെ എൻട്രൻസ്. നമുക്കപ്പോ അതൊക്കെ പ്ലെയിൻ പോകുന്നോ. ഒരു പ്ലെയിൻ പോകുന്നുണ്ടോ, അടിപൊളി. പുഴയിൽ കൂടെ ബോട്ട് പോകുന്നത്, പാറയിൽ കൂടെ വെള്ളം വരുന്നത്, അതിന്റെ അപ്പുറത്തുണ്ട് കുറച്ച് കിളികൾ മരത്തുമ്പോൾ, അത് ഉണങ്ങിയ മരത്തുമ്പോ നിൽക്കുന്നത്. തമിഴ്നാട്ടില് നട റോട്ടില് ആന കുളിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചുതരാം കേട്ടോ. എല്ലാ സുന്ദര കുളിയാ കുളിക്കുന്നത് കള്ളക്കുറുമ്പ്. ആ കാണുന്നത് ഇവിടുത്തെ മെട്രോ കേട്ടോ. നമ്മളതിന്റെ താഴത്തെ സർവീസ് റോഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അണ്ണന്റെ ഫ്ലെക്സ് കണ്ടോ, ഗ്രാൻഡ് ഗലാഡ, വലിയൊരു റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ കേട്ടോ. അതാ പറയാ മാള്, അതിനകത്തെല്ലാം ഉണ്ടാവും. ഇതുണ്ടോ താഴെ ഫ്ലെക്സ് അടിച്ചു വെച്ചേക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട്? അതിന്റെ നടുവ് കൂടെ വേറെ ആൾക്കാര്. തിരക്കില്ലാത്ത റോഡിലേക്ക് പെട്ടെന്ന് വണ്ടി വന്നപ്പോ കണ്ടോ? മഴക്കാർ വെച്ച പോലെ ഇല്ല. ഇല്ല തോന്നുന്നോ? ഇവിടെ കുറെ അധികം ടാക്സി വണ്ടികൾ കിടക്കുന്നുണ്ട് കേട്ടോ, യാത്രക്കാർക്ക് പോകാൻ. ഇങ്ങനത്തെ വണ്ടികൾ കിടക്കുന്ന സ്ഥലമെല്ലാം ഭയങ്കര All your mark, set, go. അപ്പുറത്ത് അവിടെ ഒരു ലൈറ്റ് കാണുന്നില്ലേ? ആ കാണുന്നത് എയർപോർട്ടാട്ടോ. അങ്ങോട്ട് കടന്നു പോണെങ്കിൽ ഭയങ്കര പണിയാ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകത്തില്ലെങ്കിൽ പോയാലേ. എയർപോർട്ട് മെട്രോ, എയർപോർട്ട് മെട്രോ അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ? അത് എവിടെ? അവിടെ അവിടെ നമ്മളതിന് മേലെ കൂടെ നടന്നു വന്നാ മതി. എന്താ കാണാനാ പൂതി? അതെ, ചെന്നൈ എയർപോർട്ട് ഞാൻ ഇതുവരെ കണ്ടില്ല. നമ്മുടെ ചെന്നൈ എയർപോർട്ടാണ് നേരെ മുമ്പിൽ കാണുന്നത്. മുകളിലാണെങ്കിൽ ബൈപ്പാസ്. എന്ത് രസമല്ലേ? നമ്മളായിട്ട് ഓപ്പോസിറ്റ് കടന്നിട്ട് ഉള്ളിലേക്ക് കേറാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഉള്ളിലെ കാഴ്ച കാണിച്ചു തരാം. നിസാരൊക്കെ ഉണ്ട്, ഇടിച്ച് ഒപ്പടാക്കി. കാക്ക നൂറ്റിയേ കാക്കൊക്കെ അറിയാം അവിടെ നൂറ്റാണ്ടായിരുന്നു. വേണ്ടേ അവിടെ പോയി കഴിയാം. കാക്ക നൂറ്റിയേ. ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഫ്രണ്ട് ഭാഗമായിട്ടേ കാണുന്നത്. ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ പറക്കുന്നുണ്ടോ? ഈ കാണുന്നതാണ് എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന്റെ എൻട്രൻസ് കേട്ടോ. അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു കാറ് വരുന്നുണ്ടോ? മുകളിൽ കൂടെ മെട്രോ പോകുന്നുണ്ടോ? എന്തത്? അതേ മുകളില് ഇവിടെ നോക്ക്. ഒരാള് പോകുന്നുണ്ടോ? കാക്ക നോക്കി വിഷമത്തിന് അവിടെ ഇരുന്നിട്ട് കഴുകി. എയർപോർട്ടിൽ കയറണ്ടേ? ടൈം അത് നമ്മള് തിരിച്ചു പോവാട്ടോ. എയർപോർട്ട് എല്ലായിടത്തും ഉള്ള പോലെയൊക്കെ തന്നെ ആട്ടോ. വേറെ പുറത്ത് എങ്ങനെ കയറി പോകണം നമുക്ക് தெரியாது. പോലീസ് ആട്ടോ വേണ്ട. ടാപ്പി വണ്ടി എടുത്തടാ, ഓടിക്കോടാ. റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ഓപ്പോസിറ്റ് തന്നെ വന്ന് വീണ്ടും നമ്മുടെ നടത്തം തുടങ്ങി. ഈ സിറ്റിയിലെ തിരക്ക് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാര്യം അത്രത്തോളം ട്രാഫിക് ഉണ്ട് ഇവിടെ. നമ്മൾ ഉച്ചയ്ക്ക് റെസ്റ്റ് എടുത്തത് പോലും കുറച്ച് തിരക്ക് കുറഞ്ഞായിട്ട് പോകാന്ന് വെച്ചിട്ടാ. എവിടെ കുറയാന്? ഒരു പടം വരച്ചു വെച്ചേക്കുന്നുണ്ടോ? മിനി കൂപ്പറിന്റെ ഷോറൂം ആട്ടോ ഈ കാണുന്നത്. മിനി കൂപ്പറിന്റെ ഷോറൂം. ഇവിടെ പശു ഇട്ടിട്ട് പോയ ഡാഷ് എല്ലാം കിടപ്പുണ്ട് ഇവിടെ. മിനി സൂപ്പർ BMW ഉണ്ട്, മിനി കൂപ്പറും ഉണ്ട്. അതിനകത്ത് വണ്ടിയൊക്കെ കിടപ്പുണ്ട്. ഹോട്ടൽ വിരുന്ദ നഗർ ചെട്ടിനാട് റെസ്റ്റോറന്റ് ഇതാട്ടോ കാണുന്നേ. തമിഴിൽ എഴുതിയേക്കുന്നുണ്ടോ? വിരുന്ദ നഗർ റെസ്റ്റോറന്റ്.
മീനമ്പക്കം മെട്രോ. നമ്മൾ മീനമ്പക്കം എത്തിയിട്ടുണ്ട്. മെട്രോ പോകുന്നുണ്ടോ? നമ്മുടെ എറണാകുളം പോലെ. പോലീസ് നമ്മളെ കാലം ഇടിക്കാൻ വേണ്ടി വന്നതാണ്. ആയി റെസിഡൻസി കോളനി. ഇതിനകത്താണ് നമ്മുടെ മറ്റേ ഫ്ലാറ്റ് ഒക്കെ വെച്ചു കൊടുക്കൂലേ, റെസിഡൻസികള്, അതൊക്കെയുള്ളത്. എന്താ കണ്ടത്? വിമാനം. ഇത് നമ്മള് വെറുതെ അവിടെ എയർപോർട്ടിൽ പോയി നിന്ന് നോക്കി. പക്ഷെ ഇവിടെ അടുത്ത് കാണാൻ പറ്റും വിമാനം. നോക്കി അവിടെ ഈ കാണുന്ന ഇതിന്റെ തൊട്ടപ്പുറത്താണ് പ്ലെയിന് വന്ന് നമ്മുടെ ലാൻഡ് ചെയ്യൂലേ, ആ ഒരു ഭാഗം വരുന്നത്. അച്ഛൻ മുതൽ ഈ അച്ഛൻ വരെ ഉണ്ട് ഇതിന്റെ സ്ഥലത്താ അല്ലേ? ഇത് നമ്മളൊരു വാരിക്കോസ് പോലത്തെ ഒരു സംഭവം കേട്ടോ. ഇതിന്റെ ഉള്ളില് വണ്ടികളും കാര്യങ്ങളൊന്നും വരില്ല, നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടന്നു പോവാം. വലിയൊരു ഉപകാരം കേട്ടോ. കാര്യം വെച്ചാല് അത്രത്തോളം വണ്ടി ഈ ഒരു സൈഡിൽ കൂടെ വരുന്നുണ്ട്. ഇന്നത്തെ രാത്രി CID നമ്മളെ കാണാൻ വന്നു. അപ്പൊ ആള് നമ്മളെ എസ്കോർട്ടാണ് നമ്മുടെ പുറകിലുണ്ട് കേട്ടോ. മുമ്പിൽ തന്നെ നമുക്ക് റൂമ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയില്ല, നോക്കാം. വിമാനം വന്നിറങ്ങുന്നുണ്ടോ? അതെന്നെ വാല് പോകുന്നുണ്ടോ? അവിടെ പോണ്ട് അടുത്ത് കിട്ടണേ. വിമാനം നോക്ക്. ഒരാള് വിമാനം. സമയം ഇപ്പോ 9 മണിയായിട്ടോ. നമ്മളിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ചു നേരം ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കാണാൻ വേണ്ടി നിന്ന് സമയം കളഞ്ഞു. ഒരു 3 പ്ലെയിനെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് കണ്ടിട്ടോ. നല്ല രസമുണ്ട് ഒരു കാഴ്ച. ബാബി, ഇഷ്ടപ്പെട്ടോ കാഴ്ച? നല്ല രസമുണ്ടാണ്. നല്ല രീതിയിലുള്ള തിരക്കാട്ടോ റോഡില്. എന്താ കാണുന്നില്ല കേട്ടാ, പയ്യ വരുന്നുണ്ട്. റെഡീസൺ ഹോട്ടൽ സ്വീറ്റ്സ് ഗ്രീൻ ചെന്നൈ. വെള്ളം വീഴുന്നുണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലോ. അവിടെയുണ്ട്. അതിനകത്ത് വീഴുന്നുണ്ട്. വെള്ളം ലൈറ്റ് കുറവായോണ്ടാ കാണാത്ത. അവിടെ പോയി റീൽ എടുക്കുന്നോ? നല്ല രസമുണ്ട് കേട്ടോ കാണാന്. അതന്നെ ഇപ്പൊ ലാസ്റ്റ് നമ്മളിപ്പോ 3 പെട്രോൾ പങ്ക് കണ്ടുട്ടോ. ഇത് കണ്ടോ, 3ാമത്തെയാണിത്. ഫ്ലൈറ്റ് വരുന്ന നോക്കി. ഹൈവ തൊട്ടടുത്ത് നോക്ക്. അമ്പളാ കാണാന് വണ്ടിത്തിരക്കുണ്ടോ? ഇടിക്കാൻ വരുന്നാലോ വരുന്നത്. ABT ഗ്ലോബൽ ഇതിന്റെ കാറിന്റെ ഷോറൂം ആട്ടോ. ഇവിടെ എന്നാ നമുക്ക് കാണാം അടിപൊളിയായിട്ട്. കെട്രോ പോകുന്നുണ്ടോ? കെട്രോ താഴത്തേക്ക് പോയിട്ടോ. അതെ, കുഴി പോയി. ഇനി എന്നോട് ചോദിച്ചേക്കല്ലേ. ഇതാ മേലേക്ക് വരും. മെട്രോ കാണാം, വണ്ടികളെ കാണാം, വിമാനം കാണാം, ട്രെയിൻ കാണാം. എന്തൊക്കെ കാണാൻ ഇവിടെ പല്ല് പോകുന്നു, പല്ല്. അവിടെ കണ്ടോ എയർ ഹോസ്റ്റേഴ്സ് നടന്നു വരുന്നു. ഇവിടെ എയർ ഹോസ്റ്റേഴ്സ് വണ്ടി തടയുന്നു. ഇവിടെ പഠിക്കുന്നു. എയർ ഹോസ്റ്റേഴ്സ് ചിരിക്കുന്നു. ഞാൻ നടക്കുന്നു. ഇന്ത്യൻ ആർമി സർവീസ് ട്രെയിനിങ് അക്കാദമി യോധ ഗേറ്റ്. ആ കാണുന്ന കേട്ടോ. ഈ കാണുന്നത് ഒരു റൗണ്ട് അബൌട്ട് ആട്ടോ. നമ്മള് ടൗണിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളിലേക്ക് വരികയാണ്. ഇവിടെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്ട്രീറ്റ് ഫുഡ് മീനാട്ടോ. മീൻ മാത്രമേ ഉള്ളൂ. സൂപ്പറാണ്. ഇത് വണ്ടി കേട്ടോ. മറ്റേ തള്ളിക്കോട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, കാളവണ്ടിയൊക്കെ സാധനങ്ങളൊക്കെ വെച്ചോണ്ട് അതിന്റെ പുറകെ ജനറേറ്റർ വരെ ഇരിപ്പുണ്ട് കേട്ടോ. കാണിച്ചോട്. വണ്ടി എടുത്തോണ്ടോ? ഒരാൾ ഇരിക്കുന്നുണ്ടോ നിങ്ങള്? റൂമിൽ വന്നു, ഫുഡ് കഴിച്ചു, കുറച്ചു നേരം ഇരുന്ന് വർക്ക് ചെയ്തു. നമ്മള് ഉറങ്ങാൻ പോവാട്ടോ. നല്ല ക്ഷീണമുണ്ട്. നാളെ രാവിലെ നേരത്തെ എണീക്കണം. ഇവിടെ തന്നെ കുറച്ച് ദൂരം കൂടെ ഉള്ളു നമുക്ക്. അപ്പൊ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. നമ്മളങ്ങനെ നമ്മുടെ അണ്ണന്റെ അടുത്തേക്ക് എത്താറാകുന്നു. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, സ്വീറ്റ് ഡ്രീംസ്.